സാത്താൻ പറഞ്ഞു, ആരും പറയാത്ത ഒരു കഥ പറ ഭ്രാന്ത. എന്നാ കേട്ടോ സാത്താനെ, ദൈവം സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് അതിനു വേണ്ട ഒരു കഥ തയ്യാറാക്കി. ദൈവം എഴുതി, എൻ്റെ കീർത്തി എനിക്ക് തന്നെ കേൾക്കാൻ എനിക്ക് മോഹമുണ്ടായി. ആ മോഹത്തിൽ നിന്നും ഭൂമിയുണ്ടായി, പ്രകൃതിയുണ്ടായി, മനുഷ്യരുണ്ടായി, മൃഗങ്ങളുണ്ടായി. അവർ പരസ്പരം പെറ്റുപെരുകി. അവിടെ അവർക്ക് ചില ആചാരങ്ങളുണ്ടായിരുന്നു. അവിടെ കുട്ടികൾ ജനിക്കുമ്പോൾ അപ്പോൾ തന്നെ അവരുടെ ശരീരം മുഴുവനും വെള്ളയും കറുപ്പും നിറങ്ങൾ കൊണ്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകദേശം ഒരേപോലെ ഇരുന്നു. അവർ പരസ്പരം മൃഗങ്ങളെപ്പോലെ ആവശ്യാനുസരണം കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രം ഇണചേർന്നിരുന്നു. അവരിൽ കാമം തീവ്രമായിരുന്നില്ല. അല്ലാതെ തന്നെ അവർ അതിലും മാനസിക ഉല്ലാസത്തിലായിരുന്നു. മൃഗങ്ങളും മനുഷ്യരുമെല്ലാം സസ്യഭുക്കുകളായിരുന്നു. അവർക്ക് കൃഷി ചെയ്യാതെ തന്നെ ധാരാളം ഭക്ഷണം പ്രകൃതി കൊടുത്തിരുന്നു. അങ്ങനെ അവർ വളരെ സന്തോഷമായി ജീവിച്ചു. സാത്താൻ ചോദിച്ചു, എന്നിട്ടെന്താ അങ്ങനെ അവർ ജീവിച്ചു? സാത്താൻ പറഞ്ഞു, എന്തൊരു ബോറൻ കഥ. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ദൈവം സ്വയം പറഞ്ഞത്. അപ്പോൾ തന്നെ ആ കഥ കീറിക്കളഞ്ഞു. സാത്താൻ പറഞ്ഞു, അത് നന്നായി. എന്നിട്ടടുത്ത കഥ എഴുതി. അത് നിന്നെ വച്ചിട്ടാ സാത്താനെ തുടങ്ങിയത്. ബാക്കി ഞാൻ പറയണോ? സാത്താൻ പൊട്ടിച്ചിരിച്ചു. വേണ്ട, ഇപ്പം കളറായി. പക്ഷേ നിനക്ക് ഈ കഥ എങ്ങനെ അറിയാം? ആദ്യത്തെ കഥ കീറിക്കളഞ്ഞാലും അതുണ്ടാവാതെ വരില്ലല്ലോ സാത്താനെ. കാരണം എഴുതിയത് ദൈവമല്ലേ. അവിടെ ഒരു ഭ്രാന്തും കൂടി ജനിച്ചിരുന്നു. സഞ്ചരിക്കാൻ കഴിയുന്ന രൂപമില്ലാത്ത ഭ്രാന്ത്.